വീണ്ടും ഒരു അഡ്വഞ്ചറസ് ആൻഡ് ത്രില്ലിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ ഡ്രൈവ് പദുമിൽ നിന്ന് ലേയിലേക്കാണ്. നിങ്ങളൊരു അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് ട്രാവലർ അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി കാർഗിൽ വഴി ലേയിലേക്കാണ്. ഞങ്ങൾ ഇന്നെടുക്കുന്നത് ഒരു എക്സ്ട്രീംലി ചാലഞ്ചിങ് റൂട്ട് അത് തന്നെയാണ്. സാംഗ്ല വില്ലേജ് ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളുടെ വലതുവശത്താണ്. പദുമിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ തന്നെയാണ് സ്റ്റോഡ് റിവർ സരപ് നദിയുമായി ജോയിൻ ചെയ്യുന്നത്. ഇത് പിന്നീട് സൻസ്കാർ നദിയായി മുന്നോട്ടൊഴുകുന്നു. കുറച്ച് കിലോമീറ്ററുകൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ടാറിട്ട റോഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു മണ്ണിട്ട വഴിയാണ് മുന്നിൽ കാണുന്നത്. ഇവിടെയുള്ള മലനിരകളുടെ ഫോർമേഷൻസും അതിൻ്റെ കളേഴ്സും കണ്ടാൽ ഇടയ്ക്ക് നമ്മൾ തന്നെ നിർത്തിപ്പോകും. ഇതുവരെയായിട്ടും ഞങ്ങളൊരു വണ്ടി പോലും നമ്മളുടെ എഗെയിൻസ്റ്റ് വരുന്നതോ നമ്മളെ പാസ് ചെയ്യുന്നത് പോകുന്നതോ കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ഒരു വണ്ടി വന്നാൽ ഈ വഴിയിൽ ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് രണ്ട് വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള വഴിയൊരുക്കുക എന്നുള്ളത്. ഈ മലകൾക്ക് പലതരം കളേഴ്സാണ്. ഒമാച്ചു എന്ന് പറയുന്ന ചെറിയൊരു നദി സൻസ്കാർ നദിയോട് ചേരുന്ന സ്ഥലമാണിത്. ഈ വഴിയിൽ ഒരുപാട് ക്ലിഫ് ഹാങ്ങർ സെക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ അത് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡുമാണ്. അങ്ങനെ ഞങ്ങളൊരു ക്ലിഫ് ഹാങ്ങർ സെക്ഷനിലെത്തി. ഞങ്ങളവിടെ നിർത്തി. അതിശയിപ്പിക്കുന്ന ഫോർമേഷൻസും പിന്നെ ഈ റോക്സിൻ്റെയൊക്കെ വേരിയിങ് കളേഴ്സ് ഞങ്ങളെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ പാറകളുടെ നിറങ്ങളും അതിൻ്റെ ഷേപ്സൊക്കെ ഒന്ന് നോക്കിക്കേ. ഒരു പാലവും കടന്ന് ഞങ്ങൾ സൻസ്കാർ നദിയുടെ അരികത്ത് നിർത്തി. പാക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് കഴിക്കണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് തന്നതാണ്. ചപ്പാത്തി എഗ് റോളാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കംപ്ലീറ്റ് പൊടി ഫോർച്യൂണറിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ സൻസ്കാർ നദിയുടെ തീരത്തുകൂടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ സൻസ്കാർ നദി ഒഴുകുന്നത് ഞങ്ങളുടെ വലതുവശത്ത് കൂടിയാണ്. ഈ ഭാഗങ്ങളിൽ ഇനി കൂടുതൽ ക്ലിഫ് ഹാങ്ങർ സെക്ഷൻസ് വരുന്നുണ്ട്. ഈ റോഡുകളിൽ മൊബൈൽ നെറ്റ്വർക്ക് തീരെയില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ഇതുവരെയായിട്ടും ഒരു വാഹനത്തെ പോലും കണ്ടിട്ടുമില്ല. ലിങ്ഷഡ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് തിരിയുന്ന അവിടെ ചെറിയൊരു സൈൻ ബോർഡ് കണ്ടു. ഞങ്ങൾക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. ലിങ്ഷഡ് വില്ലേജ് ഞങ്ങൾ ഇപ്രാവശ്യം സന്ദർശിക്കുന്നില്ല.
മുന്നിൽ കാണുന്ന ആ മൗണ്ടൻസിൻ്റെ മേലെ സൺലൈറ്റൊക്കെ വന്ന് പതിച്ചിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് നിൽക്കുന്ന കാഴ്ച ഭയങ്കര രസമായിരുന്നു. ഈ വഴിക്കുള്ള ഒരു ടഫസ്റ്റ് പാസ്സാണ് സിംഗേലെ പാസ്. ഇത് ഫോർച്യൂണർ പോലും ഫസ്റ്റ് ഗിയറിലല്ലാതെ മുന്നോട്ട് പോവില്ല, അത്രയ്ക്ക് സ്റ്റീപ്പാണ്. സിംഗേലെ പാസ് സ്ഥിതി ചെയ്യുന്നത് 16,703 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. ഇത് നോക്കിയേ, ഈ മലയുടെ ഈ ഭാഗം ഒരു കപ്പലിന്റെ മുൻഭാഗം പോലെ ഇല്ലേ. സിംഗേലെ ടോപ്പിലെത്തിയപ്പോൾ അതിശയം എന്ന് പറയട്ടെ, നെറ്റ്വർക്ക് തിരിച്ചു വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മോളുടെ കോള് വന്നു. മോളെ ഞങ്ങൾ കുക്കു എന്നാണ് വിളിക്കുന്നത്, ശരിക്കുള്ള പേര് എസ്റ്റൽ എന്നുമാണ്. മോള് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞങ്ങൾ വന്ന വഴികൾ, ഈ സിംഗേലെ പാസിലെ ഒരു ഭാഗത്തെ വഴികൾ ഞങ്ങൾക്ക് അവൾക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി. സിംഗേല ടോപ്പിന്റെ മറുവശത്ത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന താഴേക്കുള്ള വഴികൾ നമ്മൾക്ക് കാണാം. ഇതുവഴിയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതും. ഈ വഴിയിൽ ചില ഹെയർ പിൻ ബെൻസ് ഒക്കെ ഒഴിവാക്കി ഞങ്ങൾ ചെറിയ ഷോർട്ട് കട്ട്സ് ഒക്കെ റിസ്ക് എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റിനെ ഞങ്ങൾക്ക് ഈ വഴി കാണാൻ സാധിച്ചു. ഞങ്ങൾ ഫോർട്ടോക്സ്കർ എന്ന ഒരു ചെറിയ ഗ്രാമവും കടന്ന് നമ്മൾ ഇന്നത്തെ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ പാസ്സായ സിർസിർലയിലെത്തി. സിർസിർല സ്ഥിതി ചെയ്യുന്നത് 15,700 ഫീറ്റ് അബവ് സീ ലെവലിലാണ്. പോകുന്ന വഴി ഞങ്ങളെടുക്കുന്ന ഈ ഷോർട്ട് കട്ട്സ് ഒക്കെ വളരെ റിസ്കി ആണെങ്കിലും നല്ലൊരു അഡ്വഞ്ചറസ് തന്നെയാണ് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന മലകളുടെ മേലെ നോക്കി ഒരു മുഖങ്ങൾ അതിൽ എച്ച് ചെയ്ത് വെച്ച പോലെയില്ലേ. ഇത് നോക്കി ഒരു സന്യാസിയുടെ മുഖം പോലെയില്ലേ, താടിയും ഫേസും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ടാറിട്ട വഴിയിലേക്ക് എത്തി. കുറച്ച് ഗ്രാമങ്ങളും പിന്നിട്ട് ഞങ്ങൾ അവസാനം ശ്രീനഗർ ലേ ഹൈവേയിലെത്തി. ഇവിടെ നിന്നും ഇടത്തേക്ക് ഞങ്ങൾ ലമയൂരുവിലേക്ക് തിരിഞ്ഞു. മൂണിലെ സർഫസ് എന്ന് തോന്നിക്കുന്ന വിധം ഒരു ഭാഗത്തെ മൗണ്ടൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കളേഴ്സും അതിൻ്റെ ടെറൈനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂൺലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലം ഈ ലമയൂരു എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ആണ്. ലമയൂരുവിലുള്ള ഈ മൊണാസ്ട്രി ലഡാക്കിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മൊണാസ്ട്രീസിൽപ്പെട്ട ഒന്നാണ്. ഇത് 1-ാം നൂറ്റാണ്ടിലാണ് പണിയപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു.
ലമയൂർ മൊനാസ്ട്രിയും വിസിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ലേയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്തു. കൽസെ എന്ന ചെറിയൊരു ഗ്രാമത്തിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് രജ്മ ചാവലൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. പോകുന്ന വഴി നിമ്മു എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് നമുക്ക് സംഗം പോയിന്റ് താഴെ കാണാം വലതുവശത്തായിട്ട്. ഇവിടെയാണ് സെൻസ്കാർ റിവർ ഇൻഡസ് റിവറുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. സമ്മർ ആയതുകൊണ്ട് തന്നെ പുഴയിലുള്ള വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഇന്ന് ഫോർച്യൂണറിൻ്റെ എയർ ഫിൽറ്ററും അതേപോലെ തന്നെ എയർ കണ്ടീഷണർ ഫിൽറ്ററും ക്ലീൻ ചെയ്യണം. അത്രയ്ക്കും ഡസ്റ്റി കണ്ടീഷൻസിലാണല്ലോ ഇത്രയും ദിവസം ഞങ്ങൾ ഓടിച്ചത്. ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ ശ്രീ ടയോട്ട ഫ്രീ ഓഫ് കോസ്റ്റിന് ചെയ്തു തന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സർവീസ് സ്റ്റേഷനിൽ നിന്നും വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് ഫോർച്യൂണറൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹാൾ ഓഫ് ഫെയിമിലേക്ക് പോയി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരുപാട് യുദ്ധങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരതയോടെ പോരാടി ലൈഫ് സാക്രിഫൈസ് ചെയ്ത ഒരുപാട് ബ്രേവ് സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ശൗര്യസ്ഥൽ നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിനകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല. പ്രശസ്തമായ ജർമ്മൻ ബേക്കറിയിൽ നിന്നും കോഫിയും സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ ശാന്തി സ്തൂപ കാണാൻ പുറപ്പെട്ടു. 1991 ജാപ്പനീസ് ബുദ്ധിസ്റ്റ് ഗ്യോമോ നഖമുറയാണ് ശാന്തി സ്തൂപ കൺസ്ട്രക്ട് ചെയ്തത്. സെൻഗെ നംഗ്യാൽ എന്ന ലഡാക്കിലെ രാജാവ് 1600 പണി കഴിപ്പിച്ചതാണ് ലേ പാലസ് എന്ന് ഹിസ്റ്ററി പറയുന്നു. ഇത് ലേ മാർക്കറ്റിന്റെ വളരെ അടുത്ത് തന്നെയാണ്. ഈ പാലസിന് ആകെ 9 നിലകളാണുള്ളത്. മുകളിലത്തെ നിലകൾ റോയൽ ഫാമിലീസിൻ്റെ താമസ സ്ഥലങ്ങളായിട്ടും താഴെ അവരുടെ കുതിരകളുടെയൊക്കെ എന്താ പറയുക സ്റ്റേബിൾസും അതേപോലെ തന്നെ സ്റ്റോർ റൂംസൊക്കെയാണ് താഴത്തെ നിലകളിലുള്ളത്. ലേയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്താണ് ഷേ മൊണാസ്ട്രിയും പാലസും സ്ഥിതി ചെയ്യുന്നത്. ഇത് ലേ മണാലി ഹൈവേയിലാണ്. മൊണാസ്ട്രി വളരെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പാലസ് അത്ര നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ വൈകുന്നേരം ഡിന്നർ കഴിച്ചത് പ്രശസ്തമായ ടിബറ്റൻ കിച്ചണിൽ നിന്നാണ്. അതിനുശേഷം ഞങ്ങൾ മോൾ റോഡിലൂടെ നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു.